ടാഗ് ലൈനിൽ അണ്ടങ്ങളുടെയും ബീജങ്ങളുടെയും ഈ അണ്ടങ്ങൾ എന്താണ്, ബീജം എന്താണ്, ഇതൊക്കെ എത്ര നമ്മുടെ ദേഹത്തുണ്ടെന്ന് പോലും അറിയാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവരും അല്ല ഞാൻ പറയുന്നത്, എന്നിരുന്നാലും ഒരുപാട് പേര് അങ്ങനെയുള്ളവരുണ്ട്, കൂടുതൽ അങ്ങനെയാണുള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ പറയും, നമ്മുടെ ശരീരത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് ഒരു യാതൊരു വിധ ധാരണയില്ലാതെ ദൈനംദിനം ഇതിങ്ങനെ മുടി ചെയ്യുകയും മറ്റേ ഒതുക്കി പൗഡറൊക്കെ ഇട്ട് നമ്മൾ സെറ്റായിട്ട് നടക്കും. അകത്ത് മുഴുവൻ കലുഷിതമായിട്ടുള്ള അവസ്ഥയായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയണം, ഇത് ബയോളജിക്കലായിട്ട് അറിയാന്നുള്ളത് മാത്രമല്ല, അപ്പം നമുക്ക് അപ്പുറത്തുള്ളവൻ്റെ വിഷമം എന്താണ്, ബുദ്ധിമുട്ട് എന്താണ്, അവൻ്റെ വേദന എന്താണെന്നും കൂടി ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയേക്കാം. ഇപ്പോൾ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു നായക, ഒരു ക്ലീശ നായക സങ്കല്പങ്ങളെ പൊളിച്ചെഴുതുകയാണ് വിശേഷം ആനന്ദിലൂടെ. അപ്പം ഇത് ആരാണ് ഈ ഒരു തോട്ട്? സൂരജ് തന്നെയായിരുന്നു, ആനന്ദ് തന്നെ ചെയ്താൽ മതി അങ്ങനെ പറയുമ്പോഴും നമുക്കുണ്ടാവുന്ന ചില ചിന്തകൾ ഉണ്ടാവില്ല. ഇപ്പൊ ആനന്ദ് പറഞ്ഞ പോലെ ഞാൻ ഇപ്പൊ ചിന്നുവിന്റെ മുഖത്ത് നോക്കിയിരുന്നു, എന്തായിരിക്കും ആ റിയാക്ഷൻ? അപ്പൊ എന്തായിരുന്നു ആനന്ദിന്റെ ആ ഒരു തോട്ട്? ആനന്ദാണ് ഇതിലെ നായകൻ എന്നറിയുമ്പോൾ അത് ഞാൻ എഴുതുമ്പോൾ ഒരിക്കലും അങ്ങനെ ധരിച്ച്, ഞാൻ ഒരു കഥ എഴുതുമ്പോൾ ഇങ്ങനെ നായക സങ്കല്പത്തിൽ എഴുതാറില്ല, അല്ലെങ്കിൽ ഇയാളാന്ന് വെച്ച് എഴുതാറില്ല. എഴുതി കഴിഞ്ഞ് ഇതിന്റെ തുടക്കം ഉണ്ടാകുന്നത് നമ്മൾ ഈ പിച്ച് ചെയ്യാൻ പോകുമല്ലോ, കഥ ചെയ്യാൻ. അപ്പോൾ ഒരു ഇടയ്ക്ക് ബേസിലിന്റെ അടുത്ത് ചെന്നു. അപ്പൊ ബേസിൽ കഥ മുഴുവൻ കേട്ടു. അപ്പൊ ബേസിലിന് കഥയൊക്കെ ഇഷ്ടമായി. എന്നിട്ട് പുള്ളി വളരെ സിമ്പിൾ ആയിട്ട് എന്നിട്ട് ചോദിച്ചു, ഇത് ചേട്ടൻ അങ്ങനെ ചെയ്താൽ പോരെ ചോദിച്ചു. അപ്പൊ എന്റെ അവസ്ഥ എന്ന് വെച്ചാൽ, ഞാൻ ബേസിലിന് ഇത് ഓർമ്മയുണ്ടോ എനിക്കറിയില്ല, പക്ഷെ ഞാൻ വന്നത് ബേസിലിനെ കൊണ്ട് ചെയ്യിക്കാറുണ്ട്. അപ്പൊ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ സൂര്യചേട്ടൻ കുറച്ചു നേരം മിണ്ടുന്നില്ല. ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് കാലഘട്ടം കഴിഞ്ഞപ്പോഴാണ് സൂര്യചേട്ടൻ പറഞ്ഞത്, ഞാനിത് പലവട്ടം നിന്നോട് പറയണമെന്ന് കരുതിയത്, നിനക്കിതങ്ങനെ ചെയ്താൽ പോരെ. അപ്പൊ ഞാൻ ഒക്കെ അല്ല പല രീതിയിൽ, കാരണം ഞാൻ ഒരിക്കലും അഭിനേതാവണമെന്ന് കരുതി വന്നൊരാളല്ല. പക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ കഥാപാത്രത്തെ എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ എഴുതുമ്പോഴും പറയുമ്പോഴൊക്കെ തോന്നും, എനിക്കറിയുന്ന ആളല്ലല്ലോ, ചിലപ്പോൾ ഇത് ഇത്തിരി മാറിയല്ലോ എന്ന് തോന്നും. ഇതെനിക്ക് അറിയുന്ന ആളാണ്. ഇതിനെ ഏറ്റവും നന്നായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ചാലഞ്ചുമാണ്. അപ്പോൾ അത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ആശങ്കയാണ് എനിക്ക് ഉണ്ടായിരുന്നത്. സൂരജേട്ടൻ അതിന് ഒരുപാട് കോൺഫിഡൻസ്. ഈവൻ എനിക്ക് ഓർമ്മയുണ്ട്, ചില പ്രൊഡക്ഷൻ ഡിസ്കഷനിൽ വരുമ്പോൾ അവർ ചോദിക്കുമല്ലോ, നമുക്ക് വേറെ ഇല്ലല്ലോ, ഇത് ആനന്ദാണെങ്കിൽ ആ രീതി ചിന്തിച്ചാൽ മതി, അങ്ങനെ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. അത് ഞാൻ പറയുന്നത് എൻ്റെ ഭാഗ്യം എന്ന് പറയുന്നത് എൻ്റെ ചുറ്റുമുള്ള ഇവരൊക്കെ തന്നെയാണ്. അത് എപ്പോഴും കിട്ടില്ല. അത് വലിയൊരു ഭാഗ്യമാണ്. അവരെന്നെ ഒരു തരത്തിലുള്ള കയ്യിൽ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് അഭിനയിക്കാനും ഈ മ്യൂസിക് ചെയ്യാനും ഒക്കെ പറ്റുന്നത്. എൻ്റെ ജീവിതത്തിലെ വളരെ നിർണായകമായിട്ടുള്ളൊരു പാട്ടാണ് പൊടിമീശ മുളയ്ക്കണ കാലം എന്നുള്ളത്. അതും ഞാൻ സൂര്യചേട്ടന്റെ പടത്തിനാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എൻ്റെ ജീവിതത്തിൽ വളരെ വലിയ വഴിത്തിരിവുകൾ ഉണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെയാണ്. അത് ഇത്തവണയും അതുപോലെ സംഭവിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും ആ പാട്ടിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് രണ്ടുപേരും കേൾക്കാം അല്ലേ ജിന്നു? ഞാനൊരു പാട്ടുകാരനല്ല, അത് ഞങ്ങൾ സഹിച്ചു, ആ പാട്ട് പാടണം. പൊടിമീശ മുളയ്ക്കണ കാലം, ഇടനെഞ്ചില് ബാൻഡടി മേളം, പെരുന്നാളിന് പള്ളിയിലെത്തിയതെന്ത് കൊതിച്ചാണ്, അന്നാ വഴി വരവിന് കാരണം അവളുടെ കരിനീലക്കണ്ണ്, അവളൊരു ക്രിസ്ത്യാനി പെണ്ണ്. പൊടിമീശ മുളയ്ക്കണ കാലം, ഇടനെഞ്ചില് ബാൻഡടി മേളം. ഓ, നമ്മള് ആ പാട്ടുണ്ടാക്കിയ ആളുടെ അല്ലെ വായിൽ നിന്ന് തന്നെ അത് കേൾക്കുക എന്ന് പറയുന്നതിന് ഭയങ്കര സന്തോഷം. പാട്ടുകാരനല്ല എന്ന് പറഞ്ഞെങ്കിലും നന്നായി പാടിയിട്ടുണ്ട്.